ആമിന ബീവി വഫാത്തായതിനു ശേഷം നബിതങ്ങളെ പരിപാലിച്ചത് ആര്? ആൻസർ പിതാമഹനായ അബ്ദുൽ മുത്തലിബ്. ഉമ്മ ആമിന ബീവി വഫാത്തായതോടെ തീർത്തും അനാഥനായ മുത്തുനബിയെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. പിതാവും മാതാവും നഷ്ടപ്പെട്ട വിഷമം അറിയാതെ പിതാമഹൻ വളർത്തി. തന്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ വാത്സല്യം പിതാമഹൻ ഈ പുത്രനോട് കാണിച്ചു. നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി അദ്ദേഹത്തോടൊപ്പം വിരിപ്പിലിരുത്തുകയും ശയനസ്ഥാനത്ത് കിടത്തുകയും ചെയ്യും. സാധാരണ മക്കളാരും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാറില്ല. അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഇരിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ അദ്ദേഹം പറയും, എന്റെ ഈ മകനെ വിട്ടേക്കുക. നിശ്ചയം ഇവർക്ക് ഉന്നതമായ പദവിയുണ്ട്. എല്ലാ പരിഗണനയും സ്നേഹവും നൽകി അബ്ദുൽ മുത്തലിബ് വളർത്തി. എന്നാൽ പിതാമഹന്റെ ഈ പരിപാലനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികം നാൾ ലഭിച്ചില്ല. 2 വർഷം മാത്രമേ പിതാമഹൻ വളർത്തിയുള്ളൂ. നബി തങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹം 140-ാം വയസ്സിൽ വഫാത്തായി. മക്കയിലെ ഹുജ്ജത്തിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. സ്നേഹവത്സനായ പിതൃവ്യൻ നഷ്ടമായപ്പോൾ നബി തങ്ങൾ അത്യധികം കരഞ്ഞു. മരണത്തിനു മുമ്പ് മുത്തുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്റെ പുത്രന്മാരിൽ ഏറ്റവും കാരുണ്യമുള്ള അബൂതാലിബിനെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ ഈ മകന്റെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ബദറിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ മറക്കാതെ കമന്റ് ചെയ്യാ. എന്നാ നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.